ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കണ്ണൂർ നിന്നുള്ള യാത്രയിൽ വെച്ച് അവർക്ക് പരിക്ക് പറ്റി. അവർ കഴുത്തിൽ കോളറിട്ടിരിക്കുന്നു. MRI സ്കാൻ എടുക്കണമെന്ന് പറയുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നു. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് നടക്കുന്ന ഉന്തും തള്ളിൻ്റെ വേദന അവർ പറയുന്ന മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടാണ്. അവർ ഈ പിടിയിലും വലിയിലും കഴുത്ത് തിരിഞ്ഞപ്പോൾ വേദന ഉണ്ടായിരിക്കാം. അത് മുറിവ് വേണമെന്നില്ല. സത്യമാണെന്നും അസത്യമാണെന്നും KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും കഴുത്തിൽ പിടിച്ചുവെന്നും പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ വലിയ വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. അതിനിടയ്ക്ക് അഭിവർഗി ഒരു യൂത്ത് കോൺഗ്രസിന് അഭിവർഗി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ സമ്മാനം കൊടുക്കും ആരെങ്കിലും ഇങ്ങനെ വിഷ്വൽ പുറത്തു വിടണം. ഈ മന്ത്രിയെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒക്കെ ആക്രമിക്കുന്നതിൻ്റെ 5ഓളം KSUക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യം ജഗപുകയായിരിക്കും, നല്ല തല്ലൊക്കെ കിട്ടിക്കാണും. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇന്നലെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയൊക്കെ ഓഫീസുകൾ പരസ്പരം തല്ലിത്തകർത്തു. വലിയ രാഷ്ട്രീയ ജഗപുകയാണ് കണ്ണൂരിൽ നടക്കുന്നത്. ശരിക്കും മന്ത്രിക്ക് അപകടം പറ്റിയിട്ടുണ്ടോ? ഇന്ന് മുഖ്യധാര ചാനലുകളെല്ലാം പറയുന്നത് മന്ത്രിക്ക് നേരിട്ട് KSU യൂത്ത് കോൺഗ്രസ്സുകാരിൽ നിന്ന് അപകടം ഉണ്ടായിട്ടില്ല. പിടിവലിയിടയ്ക്കിടയിൽ പോലീസ് അവരുടെ ചുറ്റുമുണ്ടായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ തന്നെ ഗൺമാൻ്റെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയിലാണ് അവരുടെ കഴുത്തിൽ ഒരു വെട്ട് മീൻസ് പിന്നെ കത്തി കൊണ്ടുള്ള വെട്ടല്ല, ഒരു ഉളുക്ക് വീണത് എന്നത് പറയുന്നു. എന്തായാലും വ്യക്തിപരമായ ആക്രമണം ആർക്കും ഭൂഷണമല്ല. പിന്നെ ജനാധിപത്യത്തിൽ ഇങ്ങനെ സമരം ചെയ്യാവൂ എന്ന് പറയാനും കഴിയില്ല. സമരം അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നേ പറയാൻ കഴിയുള്ളൂ. ചില സമയങ്ങളിൽ അത് അക്രമത്തിലേക്കും പോയെന്ന് വരും. പക്ഷെ മന്ത്രിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല. ഇതിനു മുമ്പ് KV തോമസ് മന്ത്രിയെ DYFIക്കാരും CPMക്കാരും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ തലക്കിറങ്ങി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശരീരത്തൊട്ടുള്ള കളി ഉണ്ട്. പക്ഷേ അത് നല്ലതല്ല, അത് ആവശ്യമില്ല. പ്രതിഷേധം വേണം, ന്യായമായ പ്രതിഷേധമാകാം. പ്രതിഷേധം ചിലപ്പോൾ അതിരുവിടും. എന്നാലും വ്യക്തികളെ ഉപദ്രവിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മന്ത്രിയാണ്, അവർ ചെറുപ്പമാണ്, അപ്പോൾ അവരെ ആ രീതിയിൽ ഭീതിപ്പെടുത്തുന്നത് ശരിയല്ല. പക്ഷേ ഇവിടെ ലാ ആൻഡ് ഓർഡർ എവിടെയാണ്? പോലീസ് എവിടെയായിരുന്നു? വളരെ സുരക്ഷിതമായി. അവർക്ക് ഇത്രയും ഭീഷണി ഉണ്ടെന്ന് പത്തനംതിട്ട വെച്ച് തന്നെ അവർക്ക് ഭീഷണി ഉണ്ടായിരുന്നു. പിന്നെ മന്ത്രിയുടെ ഒരു ഭാഗം കൂടി പറയാതെ പോകാനാകില്ല. അവർക്ക് യാതൊരു പക്വതയുമില്ലാത്തൊരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവാൻ പോലും പക്വതയില്ലാത്ത മന്ത്രിയാണ്. ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോടാ എന്നുള്ള നിലയിൽ ഒന്നിനൊന്ന്, രണ്ടിന് രണ്ട്, പല്ലിന് പല്ല്, നഖത്തിന് നഖം, മൂക്കിന് മൂക്കെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല ഒരു മന്ത്രി. ജനാധിപത്യത്തിൽ പ്രതിഷേധക്കാർ പ്രതിഷേധിക്കും, അത് കണ്ടില്ല എന്ന് പറഞ്ഞ് പോലീസിൻ്റെ സംരക്ഷണത്തിൽ പോവുക എന്നുള്ളതല്ലാതെ, അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനെ വെല്ലുവിളിക്കുക. പത്തനംതിട്ടയിലും അവർ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ പ്രകടനക്കാരെയൊക്കെ വെല്ലുവിളിച്ചു. ഞാനിവിടെ ഉണ്ട്, പത്തനംതിട്ടയിലുണ്ട്, ഞാനിവിടെ നിന്ന് പോകില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ ആൾക്കൂട്ടം ഒഴിയുമ്പോൾ പുറത്തിറങ്ങി നടക്കുന്നു, അത് VR ആക്കുന്നു. അങ്ങനെ വളരെ, അതുപോലെ തന്നെ കണ്ണൂരിൽ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ വലിയ ഗോഫ വിളി മന്ത്രിയുടെ ഭാഗത്തു നിന്നും കാണാം. അതൊരിക്കലും ഉള്ളത് നല്ലതല്ല. അതൊരു പക്വതയുള്ള തീരുമാനമല്ല. അതിൻ്റെ കൂടി പരിണത ഫലമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. മന്ത്രിയാകുമ്പോൾ തീർച്ചയായിട്ടും വലിയ പക്വതയിലേക്ക് പോകേണ്ടതുണ്ട്. ഡിസൻറ്റ് അല്ലെങ്കിൽ എതിർപ്പ് ആണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ എതിർപ്പ് വരും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഈ പദവിയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കുക. നിങ്ങൾക്ക് മുമ്പ് 2 വനിതകളുണ്ടായിരുന്നു. അവർ 2 പേരും CPMൻ്റെ വനിതകളായിരുന്നു. ഇതുപോലെ ഒരു ഗുണ്ടായുസവും ഒന്നും നടന്നില്ല നാട്ടിൽ. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ മാത്രം എന്താണത് നടക്കുന്നത്? അത് വനിതയായതുകൊണ്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്കുകൾ എന്തുണ്ട് എന്ന് കൂടി വീണ ജോർജും വിലയിരുത്തുക.